ഹലോ ഹായ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ ഒരു ഇൻട്രോഡക്ടറി ക്ലാസ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. എന്തൊക്കെയാണ് ഈ ഒരു പേപ്പറിനകത്ത് നമ്മൾ കവർ ചെയ്യുന്നതിനെ പറ്റിയായിരുന്നു കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്തത്. ഓക്കെ, സോ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഫസ്റ്റത്തെ ബ്ലോക്കിൽ ഫസ്റ്റത്തെ യൂണിറ്റ് ആണ് നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ യൂണിറ്റിന്റെ പേരെന്ന് പറയുന്നത് പൊളിറ്റി ആൻഡ് സൊസൈറ്റി എന്നാണ്. അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്ന ബ്ലോക്കിന്റെ കീഴിൽ വരുന്നതാണ് ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഈ യൂണിറ്റിൽ നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളത് നമുക്ക് നോക്കാം. ബേസിക്കലി ഈ ഒരു യൂണിറ്റ് 5 ഒബ്ജക്റ്റീവ്സ് ആയിട്ടാണ് നമുക്ക് ഈ എൻറ്റയർ യൂണിറ്റ് നമുക്ക് ഒന്ന് സമ്മറൈസ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നാമത്തെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദ പൊളിറ്റിക്കൽ ഡൊമൈൻ. ഈ ഒരു പൊളിറ്റിക്കൽ ഡൊമൈൻ എന്താണ്, അല്ലെങ്കിൽ എന്തിനെയാണ് ഈ പൊളിറ്റിക്കൽ ഡൊമൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പൊളിറ്റിക്സ് ആൻഡ് പൊളിറ്റി. ദെൻ ഡിഫൈൻ ആൻഡ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സ്റ്റേറ്റ്, നേഷൻ ആൻഡ് സൊസൈറ്റി. Then discusses the relationship between society, citizenship and democracy. Then describe the interlinkages between globalization, polity and society. Okay, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ, ഈ ഒരു എൻറ്റയർ യൂണിറ്റിൽ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ആദ്യത്തെ പോർഷൻ നമുക്കൊന്ന് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഫസ്റ്റത്തെ ഭാഗം എന്ന് പറയുന്നത് ഇൻട്രോഡക്ടറി ഭാഗമാണ് അല്ലെ. എന്തൊരു കാര്യത്തിന് ഒരു ഇൻട്രോഡക്ഷൻ നമുക്ക് അനിവാര്യമാണ് അല്ലെ. അപ്പൊ നമ്മൾ ഈ പൊളിറ്റിക്കൽ സോഷ്യോളജി അല്ലെങ്കിൽ ഈ ഒരു പൊളിറ്റി ആൻഡ് സൊസൈറ്റി അല്ലെങ്കിൽ ഈ ഒരു പേപ്പർ നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് പഠിക്കാനായിട്ട് പോകുമ്പോൾ അതിന്റെ ആ ഒരു തുടക്കം, എങ്ങനെയാണ് ഇത് ഇവോൾവ് ആയി വന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഉണ്ടായതെന്ന് നമുക്ക് പഠിക്കേണ്ടത് അനിവാര്യമാണല്ലോ. വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മൾ മനുഷ്യന്മാരെന്ന് പറയുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റേജിലോട്ട് എത്തിയിരിക്കുന്നത്. ആം ഐ റൈറ്റ്? സോ നമുക്ക് മുമ്പിൽ ഉണ്ടായിരുന്ന ആസ്ട്രലോപിത്തേക്കസ്, ഇപ്പൊ സോഷ്യൽ സയൻസിലൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ആസ്ട്രലോപിത്തേക്കസ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള പല പല ഇവല്യൂഷൻസ് സംഭവിച്ചിട്ടാണ് ഇന്ന് കാണുന്ന മോഡേൺ ഹ്യൂമൻസ് ഉണ്ടായിട്ടുള്ളത്. സോ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ പർട്ടിക്കുലർ തിങ്ങിന്റെ ഇവല്യൂഷനെ പറ്റിയാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഹ്യൂമൻസ് ഇനീഷ്യലി ഫോം സ്മോൾ ഗ്രൂപ്പ്സ് ഫോർ സേഫ്റ്റി ആൻഡ് സർവൈവൽ, ഡിറൈവ്ഡ് ഫ്രം physical similarities and fear of wild animals, evolving from hunting and gathering society. അല്ലെ, അതായത് ഒരു വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ അതിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് വളരുന്നതിന് വേണ്ടിയിട്ട്, അവരോട് പൊരുതുന്നതിന് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് കമ്മ്യൂണിറ്റീസ് ഫോം ചെയ്തു. അതിനെ നമുക്ക് ഹ്യൂമൻ സൊസൈറ്റിയിൽ ഇവല്യൂഷൻ എന്ന് നമുക്ക് വിളിക്കാനായിട്ട് പറ്റും. അത്തരത്തിലൊരു ഹ്യൂമൻ സൊസൈറ്റിയിൽ ഇവല്യൂഷൻ ഉണ്ടാവുകയാണ് ആദ്യമേ ചെയ്യുന്നത്. ദെൻ ഫോർമേഷൻ ഓഫ് സോഷ്യൽ ഓർഡർ. അങ്ങനെ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായി കഴിയുമ്പോൾ, ഒരു സൊസൈറ്റി ഉണ്ടായി കഴിയുമ്പോൾ അവർക്ക് ഓർഡർ നിലനിർത്തണം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അവർക്ക് ഒരു ലീഡർഷിപ്പ് ആവശ്യമാണ് അല്ലെ. ആസ് ഗ്രൂപ്പ്സ് ഗ്രോ, ദ നീഡ് ഫോർ ആൻ ഓർഡർ ആൻഡ് ലീഡർഷിപ്പ് എമേർജ്. ദ തിയറി ഓഫ് ഫോഴ്സ് സജസ്റ്റ് ദാറ്റ് the powerful rule the weak, leading to conflict and chaos. Okay, so ഒരു ഫോർമേഷൻ ഓഫ് സോഷ്യൽ ഓർഡർ ഉണ്ടാവുകയാണ്. അവിടെ ഏറ്റവും കൂടുതൽ ബലശാലി ആയിട്ടുള്ള ആള്, ഇപ്പം നമുക്കറിയാം ഒരു നമ്മുടെ കിങ് റൂൾ എന്നൊക്കെ പറയുന്നത് അല്ലെ, രാജഭരണം എന്നൊക്കെ പറയുന്നത് പവർഫുൾ ആയിട്ടുള്ള ആളാണ് കിങ് ആവുന്നത്. അതുപോലെ തന്നെയാണ് ഒരു സൊസൈറ്റി ഇവോൾവ് ആവുന്നു. ആ ഇവോൾവ് ആയ സൊസൈറ്റിയിൽ സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഇവോൾവ് ആയിട്ട് വരുന്നു. അവിടെ പാവപ്പെട്ട അല്ലെങ്കിൽ ബലശാലികളല്ലാത്ത ആൾക്കാരുടെ മേൽ ബലമുള്ള ആൾക്കാർ ആധിപത്യം സ്ഥാപിക്കുകയാണ്. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? പിന്നീട് സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കോൺട്രാക്ട് തിയറിയാണ്. ബേസിക്കലി തോമസ് ഹോബ്സ് എന്ന് പറയുന്ന ആള് ഈ ഒരു സോഷ്യൽ കോൺട്രാക്ട് തിയറി അതിനെപ്പറ്റി വ്യക്തമായിട്ട് പറയുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ അത് അത്ര കവർ ചെയ്യാനായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാനത് ഇൻഡെപ്ത് ആയിട്ട് പോകണില്ല. ഈ തോമസ് ഹോബ്സ് പ്രപ്പോസ് ചെയ്തൊരു ഐഡിയ ഉണ്ട്. അതായത് സോഷ്യൽ കോൺട്രാക്ട് വെർ ഇൻഡിവിജ്വൽസ് കൺസെന്റ് ടു സറണ്ടർ സം ഫ്രീഡംസ് ഇൻ എക്സ്ചേഞ്ച് ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് ഓർഡർ ഫ്രം ദ ഗവേണിംഗ് ബോഡി അല്ലെ. അതായത് ഈ ഒരു തിയറി പ്രകാരം ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ വ്യക്തികൾ, സമൂഹത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ അവരുടെ ചില കാര്യങ്ങള് എക്സ്ചേഞ്ച് ചെയ്യാണ്. അതായത് അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടണം, വൈൽഡ് ആനിമൽസിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടണം, അല്ലെങ്കിൽ പല പല ആക്രമണങ്ങളിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടണം. അതിന് അവരുടെ ചില ഫ്രീഡംസ്, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ പണ്ട് കാലത്ത് നിലനിന്നിരുന്ന ലാൻഡ് ലോഡ് സിസ്റ്റം എന്നൊക്കെ പറയാം അല്ലെ. അതൊരു ഫോഴ്സ്ഫുൾ തിങ് ആണെങ്കിൽ പോലും അവരുടെ ചില ഫ്രീഡംസ്, അവർക്ക് ജസ്റ്റ് കുടിക്കാൻ ഒരു കഞ്ഞി കൊടുത്താൽ മതി, അവർ ഹാപ്പി ആയിരിക്കും, അവർ കൃഷി ചെയ്യും. ഇതുപോലുള്ള ചില കാര്യങ്ങൾ ഇവര് എക്സ്ചേഞ്ച് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം വരുന്നത്. അതിനെ സോഷ്യൽ കോൺട്രാക്ട് തിയറി ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് തോമസ് ഹോബ്സ് ഇവിടെ പറയുന്നത്. ദെൻ ഇവല്യൂഷൻ ഓഫ് ഗവേണൻസ് അല്ലെ. ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഒരു ഭരണ തത്വം അല്ലെങ്കിൽ ഒരു ഭരണ മേഖല അവിടെ വരികയാണ്. ഗവേണൻസ് സ്ട്രക്ചേഴ്സ് ഇവോൾവ് ഫ്രം ക്ലാൻ ചീഫ്സ് ആൻഡ് ഫ്യൂഡൽ ലോർഡ്സ് ടു മൊണാർക്സ്
and eventually democracy is reflecting the transition of from rule by power to rule by consent. Okay, അതായത് ഇവല്യൂഷൻ ഓഫ് ഗവേണൻസ് എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു മൊണാർക്കിക്കൽ പവർ ഓഫ് അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഫോഴ്സ്ഫുള്ളി ആയിട്ടുള്ള ഒരു റൂളിൽ നിന്ന് അതൊരു ഡെമോക്രാറ്റിക് മൂഡിലോട്ട് പിന്നീട് വഴിമാറുന്നതായിട്ട് നമുക്ക് കാണാം അല്ലെ. ഇന്ത്യ പണ്ട് ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നപ്പോഴേ നമുക്ക് വേണമെങ്കിൽ പറയാം അതൊരു രാജഭരണം അല്ലെങ്കിൽ ഒരു ഫോഴ്സ്ഫുൾ ലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു അതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു കാലം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ഡെമോക്രാറ്റിക് മോഡ് ഓഫ് ഇതിലോട്ട് വന്നത്. ഇതേപോലെ തന്നെയാണ് ഇവല്യൂഷൻ ഓഫ് ഗവേണൻസ്. ഇങ്ങനെ ഒരു ഗവേണൻസ് ഇവാലുവേറ്റ് ചെയ്ത് വരുന്നു. Then the role of state act as a regulatory agency establishing order and power relations within the society, okay, shaping citizenship and social order through institutional mechanisms and governance. Okay, ഇതെല്ലാം ഉണ്ടായി വന്നു. അതിനുശേഷം റോൾ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അതായത് ഒരു സൊസൈറ്റി ഉണ്ടാവുന്നു, ആ സൊസൈറ്റിനെ ഭരിക്കാനായിട്ട് ഒരു സോഷ്യൽ ഓർഡർ ഉണ്ടാവുന്നു, അവിടെ ഒരു തിയറി ബേസ് ചെയ്തിട്ട് ചില ഇത് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്തിട്ട് ആൾക്കാർ ആ ഒരു സെറ്റപ്പ് എല്ലാം വന്നു കഴിഞ്ഞ് ഒരു ഗവേണൻസ് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഇവോൾവ് ആയി വരുന്നു. ഇതിനെല്ലാത്തിനും ഏറ്റവും ഒരു ബേസ് കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ആണ് അല്ലെ. ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അത് ഇറ്റ് ആക്ട് ആസ് എ റെഗുലേറ്ററി ഏജൻസി എസ്റ്റാബ്ലിഷിംഗ് ഓർഡർ ആൻഡ് പവർ റിലേഷൻ വിത്തിൻ ദി സൊസൈറ്റി. ഒരു പർട്ടിക്കുലർ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് താമസിക്കുന്ന ഇടത്ത് അവർക്ക് പവറും അതുപോലെ തന്നെ അധികാരങ്ങളും ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ ആ ഒരു ഏരിയയാണ് റോൾ ഓഫ് സ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇൻട്രൊഡക്ടറി തിങ്ങിൽ നമുക്ക് കവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് ഇത്രേ ഉള്ളൂ. 5 കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. മനുഷ്യൻ ഇവല്യൂഷൻ ആയി വരുന്നു, സോഷ്യൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്ത് ഒരു പർട്ടിക്കുലർ തിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു, ആ ഫോം ചെയ്ത ഗ്രൂപ്പിനെ ഒരു പർട്ടിക്കുലർ പീപ്പിൾസ് റൂൾ ചെയ്യാനായിട്ട് വരുന്നു. ദെൻ അത് ഒരു സോഷ്യൽ കോൺട്രാക്ട് തിയറി. ആ സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്നത് പരസ്പരമുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുകൊടുത്ത് ചില കാര്യങ്ങൾ നേടുന്നു, ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ കോൺട്രാക്ട് തിങ് വരുന്നു. ദെൻ ഒരു ഗവേണൻസിന്റെ ഇവല്യൂഷനെ പറ്റി പറയുന്നു. ദെൻ ദ റോൾ ഓഫ് സ്റ്റേറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇൻട്രൊഡക്ടറി തിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. ദെൻ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് തിങ് നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളത് എന്ന് പറയുന്നത് ദ പൊളിറ്റിക്കൽ ഡൊമൈൻ എന്ന് പറയുന്ന വളരെ ഇലാബറേറ്റീവ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് അല്ലെ. ഈ പൊളിറ്റിക്കൽ ഡൊമൈൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി പൊളിറ്റി എന്ന് പറയുന്ന ഒരു തിങ് തന്നെയാണ് അല്ലെ. സോ പൊളിറ്റി എന്താണ് അല്ലെങ്കിൽ പൊളിറ്റിക്സ് എന്താണ് എന്നതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതിനു മുന്നേ ഈ പൊളിറ്റി അല്ലെങ്കിൽ ഈ ഒരു വാക്ക് പൊളിറ്റി എന്ന് പറയുന്ന ഒരു വാക്ക് എങ്ങനെ ഉണ്ടായി അല്ലെങ്കിൽ എവിടെ നിന്ന് ഉണ്ടായി എന്ന് പറയുന്നത് നമുക്ക് കാണാം, മനസ്സിലാക്കാൻ സാധിക്കും. പൊളിറ്റി ഡിറൈവ്സ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് പോളിസ്. പോലീസ് അല്ല, പോളിസ്, സിഗ്നിഫൈങ് എ ഫോം ഓഫ് ഗവൺമെന്റ് വേർ പീപ്പിൾ കളക്റ്റീവ്ലി റൂൾ ഫോർ എ കോമൺ ഗുഡ്. ഓക്കെ, ഈ ഒരു പോളിസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് പൊളിറ്റി എന്ന് പറയുന്ന വാക്ക് ഡിറൈവ് ചെയ്ത് വന്നത്. ഓർത്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. സിഗ്നിഫൈങ് എ ഫോം ഓഫ് ഗവൺമെന്റ് വേർ പീപ്പിൾ കളക്റ്റീവ്ലി റൂൾ ഫോർ എ കോമൺ ഗുഡ്. Polity refers to the political system in society. Okay, simple definition ആണ്. പൊളിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ പൊളിറ്റിക്കൽ സിസ്റ്റം ഇൻ സൊസൈറ്റി അല്ലെ. ഒരു സമൂഹത്തിലെ ഈ രാഷ്ട്രീയപരമായിട്ട് നിലനിൽക്കുന്ന മെക്കാനിസത്തിനെ അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനെ നമുക്ക് പൊളിറ്റി എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, പവർ ഡൈമെൻഷൻസ് ഇൻ സോഷ്യൽ റിലേഷൻഷിപ്പ് ഇസ് ദ കീ കമ്പോണന്റ് ഓഫ് ദ പൊളിറ്റിക്കൽ സിസ്റ്റം. ഓക്കെ, പൊളിറ്റി റെഫേഴ്സ് ടു ദ പൊളിറ്റിക്കൽ സിസ്റ്റം ഇൻ സൊസൈറ്റി. സോ പൊളിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് പവർ ഡിമെൻഷൻ ഇൻ സോഷ്യൽ റിലേഷൻഷിപ്പ് ഈസ് എ കീ കമ്പോണന്റ് ഓഫ് ദ പൊളിറ്റിക്കൽ സിസ്റ്റം. അതായത് അധികാരത്തിന്റെ ബന്ധങ്ങൾ, പവർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പവർ ഡൈമെൻഷൻസ്, അതിന്റെ തലങ്ങൾ, ഇതിനെയൊക്കെയാണ് അത് സോഷ്യൽ സമൂഹത്തിലുള്ള നമ്മുടെ ബന്ധങ്ങളെയൊക്കെ നിലനിർത്തിക്കൊണ്ടുള്ള ഒരു കമ്പോണന്റ് അല്ലെങ്കിൽ അതാണ് അതിന്റെ ഒരു കീ കമ്പോണന്റ് ആയിട്ട് പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ കീ കമ്പോണന്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, പവർ അടുത്ത ഒരു ടേം ആണ് പവർ. പൊളിറ്റി എന്താന്ന് കണ്ടു. ദെൻ പവർ ഹാസ് എ ബ്രോഡർ ആൻഡ് നാരോ ഇന്റർപ്രിട്ടേഷൻസ്. ഓക്കെ, പവർ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് പവർ എന്ന് നമുക്ക് കമ്മിങ് പിപിടിസിൽ നമ്മളത് പറയുന്നുണ്ട്. സോ പവർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മളിവിടെ നേരത്തെ കണ്ടു. പൊളിറ്റി എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സിസ്റ്റം ആണ്. ഈ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ കീ കമ്പോണന്റ് എന്ന് പറയുന്നത് പവർ ഡിമെൻഷൻ ആണ്. സോ പവർ ഹാസ് എ നാരോ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് എ ബ്രോഡർ ഇന്റർപ്രിട്ടേഷൻ. ഓക്കെ, ബ്രോഡർ മീനിങ് ഓഫ് പവർ എൻകംപോസസ് ഇൻഫ്ലുവൻസ്, അതോറിറ്റി ആൻഡ് കൺട്രോൾ ഇൻ സോഷ്യൽ ഇന്ററാക്ഷൻസ്. ഓക്കെ, ബ്രോഡർ അതിന്റെ ഇലാബറേറ്റീവ് ആയിട്ടുള്ള ഒരു മീനിങ് എന്ന് പറയുന്നത് അതോറിറ്റി, ഭരണകൂടങ്ങള് അല്ലെങ്കിൽ സോഷ്യൽ ഇന്ററാക്ഷൻസ് നടക്കുന്ന ഒരു ലാർജ് പൊതുവായിട്ട് നടക്കുന്ന ചില കാര്യങ്ങളെ അതിനെയാണ് ബ്രോഡർ മീനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാരോ മീനിങ് ഓഫ് പവർ ഫോക്കസ് ഓൺ പൊളിറ്റിക്കൽ അതോറിറ്റി ആൻഡ് ഗവേണൻസ് സ്ട്രക്ചർ.
അത് ഇന്റേണൽ കാര്യങ്ങളാണ് അല്ലെ. ദെൻ അണ്ടർസ്റ്റാൻഡിങ് പവർ ഡൈനാമിക്സ് ഹെൽപ്സ് ഗ്രാസ്പ് ദ ഫങ്ഷനിങ് ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റംസ് ഇൻ സൊസൈറ്റി. ഓക്കെ, പവർ ഡൈനാമിക്സ് ഈ സമൂഹത്തിൽ നടക്കുന്ന ഫങ്ഷനിങ്, ഈ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഫങ്ഷനിങ് എങ്ങനെയാണെന്ന് ഇലാബറേറ്റ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ പൊളിറ്റിക്കൽ സിസ്റ്റം എന്താണെന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് സോഷ്യൽ റിലേഷൻഷിപ്പ് ഓഫൻ ഇൻവോൾവ്സ് individuals pursuing their self interest which can conflict with others and society. Okay, സോ ഈ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം, പൊളിറ്റി എന്താണെന്ന് നമ്മൾ കണ്ടു. എന്തായിരുന്നു പൊളിറ്റി എന്ന് പറയുന്നത്? അത് ബേസിക്കലി നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ എന്തായിരുന്നത്, ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം, അതിനെയാണ് പൊളിറ്റി എന്ന് പറയുന്നത്. ആ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഈക്വൽ ടു പൊളിറ്റി, പൊളിറ്റിക്കൽ സിസ്റ്റം ഈക്വൽ ടു പൊളിറ്റി. ആ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ്, ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഒരു കോമൺ ഗുഡിന് വേണ്ടിയിട്ട് കളക്റ്റീവ്ലി റൂൾ ഫോർ എ കോമൺ ഗുഡ്. ഗവൺമെന്റ് വേർ പീപ്പിൾ കളക്റ്റീവ്ലി റൂൾ ഫോർ എ കോമൺ ഗുഡ്. ഈ ഒരു കോമൺ ഗുഡിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു തിങ്, അല്ലെങ്കിൽ ഒരു പൊതു താല്പര്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു തിങ്ങിനെയാണ് പൊളിറ്റിക്കൽ സിസ്റ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഒരു രാഷ്ട്രീയം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നല്ല രീതിയിൽ അല്ലെങ്കിൽ നല്ല ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഹെൽത്ത് പരമായിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും നമുക്ക് ആ ഒരു സ്ട്രക്ചർ, പവർ ഡൈനാമിക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ പറയുന്നത് പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ നമ്മൾ പറയുന്നത് സോഷ്യൽ റിലേഷൻഷിപ്പ് ഓഫൻ ഇൻവോൾവ്സ് ഇൻഡിവിജ്വൽസ് പെർസ്യൂയിങ് ദെയർ സെൽഫ് ഇൻട്രസ്റ്റ് വിച്ച് ക്യാൻ കോൺഫ്ലിക്ട് വിത്ത് അതേഴ്സ് ആൻഡ് സൊസൈറ്റി. ഓക്കെ, ഒരു വ്യക്തിപരമായിട്ടുള്ള ആൾക്കാരുടെ ബന്ധങ്ങൾ, അവര് സമൂഹമായിട്ട് ഇടപെടുന്ന ബന്ധങ്ങൾ, അവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ഒരു പക്ഷേ ചിലവർക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല അല്ലെ. ഇപ്പം ചില രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ചില വ്യക്തികൾ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ട് പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ അവർക്ക് വേണ്ടി മാത്രം തരംതിരിക്കുമ്പോൾ അത് ചില പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും അല്ലെ, ചില കാര്യങ്ങൾക്ക് അത് വഴിയൊരുക്കും. ദെൻ കോൺഫ്ലിക്ട് അറൈസസ് വെൻ ഇൻഡിവിജ്വൽസ് യൂസ് പവർ ടു കൺട്രോൾ അതേഴ്സ് ഫോർ ദെയർ ഓൺ ബെനിഫിറ്റ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം, അതായത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം ഉപയോഗത്തിന് വേണ്ടി അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന സമയത്ത് അവിടെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുകയാണ്, അവിടെ കച്ചറകൾ, ലഹളകൾ ഉണ്ടാവുകയാണ്. Then to maintain order, conflict resolution and coordination of activities is necessary. ഒരു ഓർഡർ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി വരുന്ന കോൺഫ്ലിക്റ്റിനെ നമുക്ക് കോർഡിനേറ്റ് ചെയ്യണമെങ്കിൽ അതിന് പല പല ആക്ഷൻസ് അനിവാര്യമായിട്ടാണ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പവർ റിലേഷൻഷിപ്പ് സിഗ്നിഫൈ എ ഷിഫ്റ്റ് ഫ്രം ജനറൽ സോഷ്യൽ ഇന്ററാക്ഷൻ ടു സ്പെഷ്യലൈസ്ഡ് പൊളിറ്റിക്കൽ സിസ്റ്റം അല്ലെ. ഒരു പൊതു തത്വം അല്ലെങ്കിൽ ഒരു പൊതു മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു തിങ്ങിൽ നിന്ന് കുറച്ച് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള തിങ്ങിലോട്ട് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ കോൺഫ്ലിക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി വരുമ്പോൾ കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡ് ആവേണ്ടതിന്റെ ആവശ്യം നമുക്ക് അനിവാര്യമായിട്ടാണ്. പവർ റിലേഷൻഷിപ്പ് സിഗ്നിഫൈ എ ഷിഫ്റ്റ് ഫ്രം general social interaction to the specialized political system. Then political system emerges when relationships are organized around the excess of power. Then പൊളിറ്റിക്കൽ സിസ്റ്റവും പവറുമായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ട്. അതല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ആ പവർ എക്സിക്യൂട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ അണ്ടർസ്റ്റാൻഡിങ് പവർ ഡൈനാമിക്സ് ഈസ് എ ക്രൂഷ്യൽ ടു അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ, നമ്മുടെ ഈ ഒരു മേഖലകളിൽ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിൽ, പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളിലും ഈ ഒരു പവർ ഡൈനാമിക്സ് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസിഫിക്കേഷൻസ് മനസ്സിലാക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് വളരെ നെസസറിയാണ്. അത് വില്ലേജ് ഏരിയ തൊട്ടാണെങ്കിൽ, ഫ്രം വില്ലേജ് കൗൺസിൽ ടു നേഷൻ സ്റ്റേറ്റ്. നമുക്കറിയാം ഗ്രാമപഞ്ചായത്ത്, ഡിസ്ട്രിക്ട് പഞ്ചായത്ത്, ലോക്കൽ പഞ്ചായത്ത്, ഇങ്ങനെയുള്ള പഞ്ചായത്തുകളെയൊക്കെ തരം തിരിച്ച് പവർ ഡൈനാമിക്സ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊക്കെ ഈ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നോഷൻ ഓഫ് പവർ ആണ് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു പവർ എന്താണെന്ന് നമ്മൾ പറയുന്നു എന്ന് പറഞ്ഞു. പവർ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഡെഫിനിഷൻ ആണ്, ഓർത്ത് വെക്കാൻ എളുപ്പമുള്ള ഡെഫിനിഷൻ ആണ്. ഇറ്റ്സ് ദ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് ദ ആക്ഷൻസ് ഓഫ് അതേഴ്സ് അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഒരു ടീച്ചറാണ്. അപ്പൊ എനിക്ക് എന്റെ സ്റ്റുഡൻസിനെ ഏതൊക്കെ തരത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നോ അത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും ഇപ്പം ഓൺലൈൻ ആയതുകൊണ്ട് നമുക്കിത് കാണില്ല, പക്ഷെ ഡയറക്റ്റ് ഒരു ക്ലാസ് ആയിരുന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു വഴക്കുണ്ടാക്കുക അല്ലെങ്കിൽ ശ്രദ്ധിക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്റെ അധികാരം ആസ് എ ടീച്ചർ എന്നൊരു അധികാരം ഉപയോഗിച്ചിട്ട് എനിക്ക് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ എനിക്ക് വിലക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഞാൻ പറയുന്ന അത് നിർത്ത്, അല്ലെങ്കിൽ എനിക്കത് എന്റെ ആ ഒരു പവർ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ആ ഒരു തീരുമാനത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആക്ഷന്, പ്രവൃത്തിയെ ഇൻഫ്ലുവൻസിനായിട്ട് പറ്റുന്നു. ഇതാണ് പവർ എന്ന് പറയുന്നത്.
ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് ഒരു പറ്റം ആൾക്കാർ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ആവശ്യങ്ങളെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് എസ് പവർ. നമുക്കതിനെ പവർ എന്ന് വിളിക്കാനായിട്ട് പറ്റും. Then it is a fundamental concept in social sciences, reflecting the influence individuals, groups or organization have to each other. Okay, സോഷ്യൽ സയൻസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പവർ എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഒരു പവറിന് എത്രമാത്രം ശക്തിയുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ നമ്മൾ ദിനം പ്രതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ. ഇപ്പൊ പോലീസ് ആണെങ്കിലും പട്ടാളമാണെങ്കിലും അല്ലെങ്കിൽ പവർ ഉപയോഗിക്കാൻ പറ്റുന്ന ആരാണെങ്കിലും നമുക്ക് ചുറ്റും നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ ആ പർട്ടിക്കുലർ പീപ്പിൾസിന് മാത്രമേ അത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അത് ഒരു സമൂഹത്തിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിലോ എല്ലായിടത്തും ഈ ഒരു കാര്യം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പൊളിറ്റിക്സ് ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് സോഷ്യൽ പവർ ഇൻ ദ പബ്ലിക് സ്പിയർ റാദർ ദാൻ പ്രൈവറ്റ് സ്പിയർ. അല്ലെ, രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു പ്രൈവറ്റ് സ്പിയറിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. ഇപ്പം ഞാനിപ്പം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്ന് വിചാരിക്കുക, അതൊരിക്കലും എനിക്ക് അല്ലെങ്കിൽ എന്റെ ആ ഒരു പർട്ടിക്കുലർ ഒരു പ്രൈവറ്റ് സ്പേസ് മാത്രമല്ല, അതൊരു പബ്ലിക് ആണ്. ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നത് എന്റെ കുടുംബക്കാർക്ക് അല്ലെങ്കിൽ എന്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, ഈ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ അല്ലെങ്കിൽ ഒരു പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള പൊതു എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഈ ഒരു കാര്യമാണ് ഈ നോഷൻ ഓഫ് പവർ എന്ന് പറയുന്ന ഈ ഒരു മേഖലയിൽ നമുക്ക് ഉള്ളത്. പിന്നെ അതോറിറ്റി അല്ലെങ്കിൽ ഈ ഒരു പവർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്താണ് അതോറിറ്റി എന്ന് പറയുന്നത് അല്ലെ. അതോറിറ്റി എന്താണ് എന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതോറിറ്റി റെഫേഴ്സ് ടു ദ ലെജിറ്റിമസി ഓഫ് യൂസിങ് പവർ. ഓക്കെ, അതോറിറ്റി റെഫേഴ്സ് ടു ദ ലെജിറ്റിമസി ഓഫ് യൂസിങ് പവർ ഓഫൻ അസോസിയേറ്റഡ് വിത്ത് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അതോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പവർ, ഈ ഒരു അധികാരം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ലെജിറ്റിമസി തിങ് ആണ്. ഓക്കെ, ദെൻ പൊളിറ്റിക്കൽ സിസ്റ്റംസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ഓർഗനൈസ്ഡ് പവർ റിലേഷൻസ് അക്സെപ്റ്റഡ് ബൈ ദ സൊസൈറ്റി. നമുക്കിപ്പം എനിക്കിപ്പോ പവർ ഉണ്ട്, ആ പവർ അങ്ങനെ ഇങ്ങനെ ഒന്നും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിന് ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു പ്രോപ്പർ വേ ഉണ്ട്. ഈ ഒരു പ്രോപ്പർ വേ അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറൈസേഷൻ ഓഫ് ഓർഗനൈസ്ഡ് പവർ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് ഈ അതോറിറ്റിയെ. Sociologists like Max Weber define politics as organization based on territorial boundaries and the use of physical force. Okay, politics അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത്, രാഷ്ട്രീയത്തിലാണ് ബേസിക്കലി ഈ ഒരു പവറും അതോറിറ്റിയും കാര്യങ്ങളൊക്കെ. നമ്മൾ പൊളിറ്റിക്കൽ സോഷ്യോളജി ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ടേം നമ്മൾ വളരെ കേൾക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ പൊളിറ്റിക്സ് ഇഷ്ടമില്ലാതെ സോഷ്യോളജി എടുത്തവരുണ്ടാവാൻ ചിലരൊക്കെ. എനിവേ, ഈ ഒരു പൊളിറ്റിക്കൽ സോഷ്യോളജി പൊളിറ്റിക്സുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാക്സ് വെബർ പൊളിറ്റിക്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ, ഇറ്റ്സ് എ ഓർഗനൈസേഷൻ. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ ആണ് ബേസ്ഡ് ഓൺ ടെറിട്ടോറിയൽ ബൗണ്ടറീസ് ആൻഡ് ദ യൂസ് ഓഫ് ഫിസിക്കൽ ഫോഴ്സ്. അതായത് ഒരു ടെറിട്ടോറിയൽ ബൗണ്ടറീസ് ഉണ്ടാവും, അവിടെ ഒരു ഫിസിക്കൽ ഫോഴ്സിനെ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ പവറിനെ യൂസ് ചെയ്തിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇടത്തിനെയാണ് പൊളിറ്റിക്സ് എന്നുകൊണ്ട് മാക്സ് വെബർ ഉദ്ദേശിക്കുന്നത്. ഹൗവർ പൊളിറ്റിക്കൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ഇൻ സൊസൈറ്റി വിത്ത് or without a formal state such as tribal communities. എന്നിരുന്നാൽ പോലും ഒരു സ്റ്റേറ്റ് ഇല്ലാതെ, അല്ലെ, എന്താണ് സ്റ്റേറ്റ് എന്ന് നമുക്ക് അടുത്ത സ്ലൈഡിൽ നമുക്ക് പഠിക്കാം. ഒരു സ്റ്റേറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഫോർമൽ ഓർഗനൈസേഷൻ ഇല്ലാതെ ഒരു പൊളിറ്റിക്കൽ റിലേഷൻഷിപ്പിനെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നത് ഒരു നഗ്നമായ ഒരു സത്യം തന്നെയാണ്. അതായത് ഇപ്പം കേരളം അല്ലെങ്കിൽ വേറൊരു ഏതെങ്കിലും ഒരു സംസ്ഥാനം മാത്രമല്ല സ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ഫോർമാലിറ്റി ഇല്ലാതെ അവിടെയും പവറും അധികാരവും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും എന്നാണ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ദെൻ വി ആർ മൂവിങ് ടു സ്റ്റേറ്റ്, നേഷൻ ആൻഡ് സൊസൈറ്റി. അല്ലെ, കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കണ്ടു ഒരു ഫോർമൽ സ്റ്റേറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിലും പൊളിറ്റിക്കൽ റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. സോ എന്താണ് സ്റ്റേറ്റ്, നേഷൻ, സൊസൈറ്റി? സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. പൊളിറ്റിക്കൽ അസോസിയേഷൻ വിത്ത് ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ, നോൺ വോളണ്ടറി മെമ്പർഷിപ്പ്, rules define citizen rights and claims to legitimacy of power. ഇതാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പൊളിറ്റിക്കൽ അസോസിയേഷൻ ആണ്, അവിടെ ഒരു കൃത്യമായ ഒരു റൂൾ ഉണ്ടാവും, ഒരു ജൂറിസ്ഡിക്ഷൻ ഉണ്ടാവും, ഒരു ടെറിട്ടറി ഉണ്ടാവും, അവിടെയുള്ള മെമ്പേഴ്സിന് അവിടെ ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ അവിടെ ഉള്ള ഒരു മെമ്പർ ആണ്. അതൊരു നോൺ വോളണ്ടറി ഒരു തിങ് ആണ്.
അത് റൂൾസ് ഡിഫൈനിങ് ബൈ സിറ്റിസൺ റൈറ്റ്സ്, അതായത് പൗരാവകാശങ്ങൾ, പൗരത്തിന്റെ മൗലിക അവകാശങ്ങൾ, കാര്യങ്ങൾ എല്ലാം കൊണ്ട് ഒരു ഗവൺമെന്റൽ ഫോം നമ്മൾ കാണുന്ന ആ ഒരു സ്റ്റേറ്റ് തിങ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ടു ലെജിറ്റിമസി ഓഫ് പവർ, അല്ലെങ്കിൽ ഈ ഒരു പവറിന്റെ ഈ ഒരു ഉപയോഗത്തെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടം, അങ്ങനെ നമുക്ക് പറയാം. ദെൻ നേഷൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് സോളിഡാരിറ്റി ബേസ്ഡ് ഓൺ കോമൺ ഐഡന്റിറ്റി സച്ച് ആസ് കൾച്ചർ, റിലീജിയൻ, ലാംഗ്വേജ് ഓർ സ്റ്റേറ്റ്. ഓക്കെ, പല സ്റ്റേറ്റ് കൂടിയിട്ടുള്ള ഒരു സ്ഥലം, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് നേഷനെ വിശേഷിപ്പിക്കാം അല്ലെ. പല സ്റ്റേറ്റ്, പല കൾച്ചർ, പല റിലീജിയൻ, പല ലാംഗ്വേജ്, ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഒരു കോമൺ ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ഒരിടം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇന്ത്യ എന്ന് പറയുന്ന ഒരു നേഷൻ ആണ് അല്ലെ. ഇന്ത്യയിൽ മലയാളികളുണ്ട്, ആസാമീസ് ഉണ്ട്, പല നാട്ടുകാരുണ്ട്. ഇവരെല്ലാരും കൂടെ ഒരു കോമൺ ഐഡന്റിറ്റിക്ക്, എന്താണ് ആ കോമൺ ഐഡന്റിറ്റി എന്ന് പറയുന്നത്? ഇന്ത്യയുടെ ഡെമോക്രസി തന്നെയാണ് അല്ലെ. പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇതില്ലാതെ എല്ലാവർക്കും ഒരു കോമൺ തുല്യമായ അവകാശം, തുല്യമായ നീതി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റില് പല സംസ്ഥാനങ്ങളിലാണ് ജീവിക്കുന്നതെങ്കിൽ പോലും അവർ ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരിടം, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് സോളിഡാരിറ്റി ബേസ്ഡ് ഓൺ കോമൺ ഐഡന്റിറ്റി, അതിനെയാണ് നേഷൻ എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളം തന്നെ എടുക്കുക. നേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് നമുക്ക് എടുക്കാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞു വരികയാണ്. ദെൻ സൊസൈറ്റി, ബ്രോഡ്കാസ്റ്റ് കാറ്റഗറി ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ encompassing various social institutions like kinship, family, economy and polity. ഓക്കെ, പൊളിറ്റി എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ. അപ്പം ഈ ഒരു പർട്ടിക്കുലർ സൊസൈറ്റി എന്ന് പറയുന്നത് അവിടെ പല തരത്തിലുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അവിടെ ഇൻവോൾവ് ആവുന്നത് അല്ലെ. കിൻഷിപ്പ് വരുന്നുണ്ട്, ഫാമിലി വരുന്നുണ്ട്, ഇക്കണോമി വരുന്നുണ്ട്, പൊളിറ്റി വരുന്നുണ്ട്. പൊളിറ്റിക്കൽ സിസ്റ്റം ആണ് പൊളിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല തരത്തിലുള്ള പൊളിറ്റിക്കൽ സിസ്റ്റം അവിടെ ഇൻവോൾവ് ആവുന്നുണ്ട്. ഇതിനൊക്കെ നമുക്കൊരു ബ്രോഡ്കാസ്റ്റ് കാറ്റഗറി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് വരും സൊസൈറ്റീനെ അല്ലെ. ഒരു ബ്രോഡ്കാസ്റ്റ് കാറ്റഗറി ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ. ഓക്കെ, ദെൻ സൊസൈറ്റിയുടെ ബാക്കി ഒരു ഇതെന്ന് പറയുന്നത് സൊസൈറ്റി ക്യാൻ ബി റിലേഷണൽ, ഇൻക്ലൂഡിംഗ് social relationship and institutionalized patterns or substantial, referring to a general term that may include the state or nation. അതായത് ഈ ഒരു സ്റ്റേറ്റും നാഷനും ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയ ഒരു ബ്രോഡ്കാസ്റ്റ് കാറ്റഗറിയാണ് സൊസൈറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ജർമാനിക് സൊസൈറ്റി മേ ഇൻക്ലൂഡ് ജർമ്മൻ സ്പീക്കിംഗ് പീപ്പിൾ ഫ്രം ഡിഫറെന്റ് കൺട്രീസ്. അതായത് ഇപ്പം മലയാളം സംസാരിക്കുന്ന മലയാളികൾ മാത്രമല്ല അല്ലേ ഉള്ളത്, പല നാട്ടുകാരും പല വിദേശ രാജ്യക്കാരും മലയാളം സംസാരിക്കുന്നവരുണ്ട്. അപ്പം ഇത്തരത്തിൽ മലയാളം സംസാരിക്കുന്നവരെല്ലാം ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരുമിച്ച് കൂടിയിട്ട് അത് രാജ്യം ബേസ്ഡ്, അവരൊക്കെ ഒരു സൊസൈറ്റിയുടെ ഭാഗമായിരിക്കാം, ഐ മീൻ ഒരു നേഷന്റെ ഭാഗമായിരിക്കാം, ഒരു സ്റ്റേറ്റിന്റെ ഭാഗമായിരിക്കാം. എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടിയിട്ട് ഒരു പർട്ടിക്കുലർ ഒരു സൊസൈറ്റി ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ബ്രോഡ്കാസ്റ്റ് കാറ്റഗറി അല്ലെങ്കിൽ ഒരു സൊസൈറ്റി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട്. പലതരത്തിലുള്ള ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഇൻക്ലൂഡ്സ് ഡൈവേഴ്സ് സൊസൈറ്റീസ് ബേസ്ഡ് ഓൺ റിലീജിയൻ ഓർ ലാംഗ്വേജ്. പല സൊസൈറ്റികൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, എസ്പെഷ്യലി സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടാണ് ഞാനത് പറയുന്നത്. സെൻട്രൽ യൂണിവേഴ്സിറ്റി തന്നെ അവരവരുടെ പല ഡിപ്പാർട്ട്മെന്റുകളിലുള്ള പിള്ളേരാണെങ്കിൽ പോലും അവരവരുടെ സ്റ്റേറ്റുകളിൽ നിന്നുള്ളവർക്ക് പ്രത്യേക കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ അവരുടേതായ ചില ആചാരങ്ങൾ, ചില കൾച്ചേഴ്സ്, ഇതൊക്കെ ഇങ്ങനെ അവിടെ ഫോം ചെയ്യുന്നതായിട്ട് കാണാം. അതിനെ നമുക്കൊരു കൾച്ചർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് പറ്റും അല്ലെ. അവര് പല സ്ഥലത്തു നിന്നുള്ളവരാണ്, പക്ഷെ ഇവരെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടുന്നു, പല ഡിപ്പാർട്ട്മെന്റിൽ അഡ്മിഷൻ കിട്ടി വന്നു, പക്ഷെ ഇവിടെ ഒരുമിച്ച് കൂടി കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ഒരു കോമൺ ഐഡന്റിറ്റി ഷെയർ ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു കാറ്റഗറിനെയാണ് നമുക്ക് സൊസൈറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കാനായിട്ട് പറ്റുന്നത്. ദെൻ വി ആർ മൂവിങ് ടു പൊളിറ്റിക്സ് ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലോട്ട് നമുക്കൊന്ന് മൂവ് ചെയ്ത് നോക്കാം. ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ സൊസൈറ്റിയും പൊളിറ്റിക്സും എങ്ങനെ കണക്റ്റഡ് ആണെന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയുന്നത്. ബേസിക്കലി ഇവിടെ രണ്ട് തരത്തിലാണ് ഇത് ഡിവൈഡ് ചെയ്തു പോകുന്നത്. സോഷ്യോളജിക്കൽ എക്സ്പ്ലോറേഷനും ആന്ത്രോപോളജിക്കൽ എക്സ്പ്ലോറേഷനും ആണ്. സോ ഫസ്റ്റ് നമുക്ക് സോഷ്യോളജിക്കൽ എക്സ്പ്ലോറേഷൻ എന്താണെന്നൊന്ന് ജസ്റ്റ് നോക്കാം. The concept of the state and its role in society has been explored by various Western philosophers and sociologists, including Aristotle, Plato, Tocqueville and Max Weber. അതായത് ഈ ഒരു കൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റ് എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? ഓർമ്മയുണ്ടല്ലോ അവിടെ. കഴിഞ്ഞ ഓപ്ഷൻസിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ ഇതുവരെ ഇങ്ങനെ പഠിച്ചു വന്നത് സ്റ്റേറ്റ് എന്താണെന്നായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു പവർ എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് ഓഫ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെയാണല്ലേ. ദ കൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് റോൾ ഇൻ സൊസൈറ്റി ഹാസ് ബീൻ എക്സ്പ്ലോർഡ് ബൈ വേരിയസ് വെസ്റ്റേൺ ഫിലോസഫേഴ്സ് ആൻഡ് സോഷ്യോളജിസ്റ്റ്. പല വെസ്റ്റേൺ ഫിലോസഫേഴ്സും അതുപോലെ തന്നെ സോഷ്യോളജിസ്റ്റും ഈ ഒരു കാര്യത്തെ പറ്റി ഗഹനമായിട്ടുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ പല പഠനങ്ങളും നടത്തിയിട്ടുണ്ട്. ദ സ്റ്റേറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ കോംപ്ലക്സ് സിസ്റ്റം ഓഫ് ഓർഗനൈസേഷൻ, പേഴ്സണൽസ്, റെഗുലേഷൻ,
and practices through which political power is exercised in a territory. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടെറിട്ടറിയിൽ അവിടെ നടത്തുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അവിടെ നടത്തുന്ന പ്രാക്ടീസസ്, അവിടെ നടത്തുന്ന റെഗുലേഷൻസ്, ഇതിനെയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഇടത്തിനെയാണ് നമുക്ക് സ്റ്റേറ്റ് എന്നുകൊണ്ട് ഡിഫൈൻ ചെയ്യാനായിട്ട് വരുന്നത്. Then the primary role of the state is to mobilize resources for the common welfare and to lead society towards progress and positive social change. അല്ലെ, ഒരു സ്റ്റേറ്റിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ അവിടുത്തെ റിസോഴ്സസ് ജസ്റ്റ് ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, അവിടെ ജീവിക്കുന്ന എല്ലാവർക്കും തുല്യമായിട്ട്, ഈക്വൽ ആയിട്ട് എല്ലാവരുടെ വെൽഫെയറിന്, എല്ലാവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് അത് വിനിയോഗിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് ഫോം ചെയ്യുന്നത്. അല്ലെ, ആ പർട്ടിക്കുലർ ഏരിയയിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സംസ്ഥാനത്ത് അല്ലെങ്കിൽ പർട്ടിക്കുലർ സൊസൈറ്റിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഈക്വലി അല്ലെങ്കിൽ അർഹത ഉള്ള കാര്യങ്ങൾ അത് ഈക്വലി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സോഷ്യലിന്റെ അല്ലെങ്കിൽ സൊസൈറ്റി അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സോഷ്യൽ ഇത് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഹൗവർ കോൺഫ്ലിക്ട് ഓഫൺ arise between the interest of the state and those of the people, leading to tension and dissatisfaction. പക്ഷേ ഇങ്ങനെ ഇരുന്നാൽ പോലും ചില വ്യക്തികൾ, വളരെ സെൽഫിഷ് ആയിട്ടുള്ള ചില വ്യക്തികൾ അവരുടെ ഈ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് അല്ലെങ്കിൽ സെൽഫിഷോടുകൂടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവും. അല്ലെ, പല പല കോൺഫ്ലിക്റ്റുകൾ റേസ് ചെയ്ത് വരും. അത് ചില സ്റ്റേറ്റിന്റെ അകത്ത് തന്നെ ചില ഡിസാറ്റിസ്ഫാക്ഷന് ലീഡ് ചെയ്യും. ഡിസ്പൈറ്റ് ദിസ്, സ്റ്റേറ്റ് കണ്ടിന്യൂസ് ടു സ്ട്രൈവ് to use its legitimate power to fulfill the needs and aspiration of society at large. ഇങ്ങനെയുള്ള ചില ക്രിമിക്കടികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വളരെ നല്ലൊരു കൺസെപ്റ്റ് ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എല്ലാവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ലാർജ് സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്ന ഒന്നായിട്ടാണ് സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇവിടെ. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു സോഷ്യോളജിക്കൽ എക്സ്പ്ലോറേഷനും ആന്ത്രപ്പോളജിക്കൽ എക്സ്പ്ലോറേഷനും ഉണ്ടാണ്. സോ ആന്ത്രപ്പോളജിക്കൽ എക്സ്പ്ലോറേഷൻ, ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ശാസ്ത്രം, നരവംശാസ്ത്രം എന്നൊക്കെയാണ് പറയുന്നത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പൊളിറ്റി ആൻഡ് സൊസൈറ്റി ഈസ് ഹോട്ട്ലി ഡിബേറ്റഡ് ടോപ്പിക് ഇൻ ആന്ത്രപ്പോളജി. മനുഷ്യന്റെ ശാസ്ത്രത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഈ ഒരു പൊളിറ്റി എന്ന് പറയുന്നത്. ദെൻ സൊസൈറ്റി, സമൂഹം, ജീവിക്കുന്ന സമൂഹം. എവിഡൻസ് ഫ്രം സ്റ്റഡീസ് ലൈക്ക് ഇവൻ Petrarch's works on news community suggest the existence of stateless society. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് ഇല്ലാതെയും നമുക്ക് അവിടെ ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പവർ നമുക്ക് അവിടെ വിനിയോഗിക്കാനായിട്ട് പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. ഇവാൻസ് പിട്രാക്കിന്റെ സ്റ്റഡീസിൽ അത്തരത്തിലുള്ള സൊസൈറ്റീസ്, സ്റ്റേറ്റ്ലെസ് സൊസൈറ്റീസ് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട് ന്യൂസ് കമ്മ്യൂണിറ്റിയിൽ. ഓക്കെ, ദെൻ ഇൻ സച്ച് സൊസൈറ്റി പൊളിറ്റിക്കൽ സിസ്റ്റംസ് ഫങ്ഷൻ സബ്ജക്റ്റീവ്ലി, വളരെ വസ്തുതാപരമായിട്ട്, അല്ലെ, വളരെ സബ്ജക്റ്റീവായിട്ട് അവിടെ സോഷ്യൽ റിലേഷൻസ് ഉണ്ടാവുന്നു, ഷെയർഡ് കൾച്ചേഴ്സ് ഉണ്ടാവുന്നു. ഞാനൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങൾ കോളേജിൽ പഠിച്ച സമയത്ത് ഈ ഒരു ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ ഒരു കൺസെപ്റ്റ് അവിടെ ഞങ്ങൾക്ക് അത് അനലൈസ് ചെയ്ത് തന്നത് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചില കമ്മ്യൂണിറ്റീസിന്റെ ഇതിന്റെ ബേസിലാണ്. കാരണം ഇങ്ങനെയും, അതായത് നിയമങ്ങളും ഇതൊന്നും ഇല്ലാതെ ഇങ്ങനെയും കമ്മ്യൂണിറ്റീസ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട് തന്നെയാണ്. Then the development of modern society brought about the formation of state and concept of nation state. അപ്പം സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് നേഷൻ സ്റ്റേറ്റിലോട്ടും അതുപോലെ തന്നെ ഇത്തരത്തിൽ നിയമസംഹിതമായിട്ട് ഉള്ള ഒരു ഇതിലോട്ടും മോഡേൺ സൊസൈറ്റി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. Then thinkers like Hobbes, Locke, Rousseau explored the need for societal organization and social relations in subjective forms. Okay, ഇതൊക്കെയാണ് ഈ ഒരു ആന്ത്രപ്പോളജിക്കൽ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന ഈ ഒരു പോർഷൻസിൽ നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളത്. Then we are moving to society, citizenship and democracy. അല്ലെ, society is composed of individuals living together according to norms and regulations. അല്ലെ, ഒരു പർട്ടിക്കുലർ നോംസ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ റെഗുലേഷൻസ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ലോസ് എല്ലാവർക്കും കൂടെ ഒരുമിച്ചുള്ള അല്ലെങ്കിൽ ആ ഒരു അത്തരത്തിലുള്ള ഒരു എന്താ പറയാ, ഒരു ഏരിയയിൽ ജീവിക്കുന്ന ഒരു പക്കം ഇൻഡിവിജ്വൽസ് ഇല്ലാതെ ഒരു സൊസൈറ്റി ഫോം ചെയ്യുന്നില്ല. ഓൾറെഡി ഞാൻ പറഞ്ഞു, സൊസൈറ്റിയുടെ കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് ആണ്. അത്തരത്തിലുള്ള വ്യക്തികള് ഒരു കോമൺ നോംസ് അല്ലെങ്കിൽ ഒരു റെഗുലേഷൻസ് ബേസിൽ ഒരുമിച്ച് ജീവിക്കുന്നതിനെ സൊസൈറ്റി എന്ന് പറയുന്നു. സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പൊളിറ്റിക്കൽ റൈറ്റ് ഗ്യാരണ്ടീഡ് ബൈ ദ സ്റ്റേറ്റ് ടു ഇറ്റ്സ് ഇൻഹാബിറ്റൻസ് ആൻഡ് ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ വേരിയസ് ഫാക്ടേഴ്സ് സച്ച് ആസ് കാസ്റ്റ്, റിലീജിയൻ ആൻഡ് എത്നിസിറ്റി.
പിന്നെ വ്യക്തിത്വം അല്ലെങ്കിൽ പൗരത്വം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ റൈറ്റ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവകാശമാണ്, ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള അവകാശം തന്നെയാണ്. സ്റ്റേറ്റിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് അത് ആ സ്റ്റേറ്റിന്റെ പൗരനാണ് എന്ന്, അല്ലെങ്കിൽ ആ ഒരു ഇതിന്റെ പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ അംഗമാണ് എന്ന് ആ കമ്മ്യൂണിറ്റി കൊടുക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ മേഖല കൊടുക്കുന്ന ഒരു റൈറ്റിനെയാണ് സിറ്റിസൺഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Political institutions play a crucial role in governing society, but they often face challenges in addressing issues like poverty, caste, discrimination and corruption. ഇതൊക്കെ നമ്മൾ ദിനം പ്രതി കണ്ടും കേട്ടും അറിഞ്ഞും വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോളാണ് നമ്മുടെ ഈ ഒരു ഗവേണിംഗ് സൊസൈറ്റി ഗവേണിംഗിൽ വഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ അവിടെ വഹിക്കുന്ന പ്രധാനപ്പെട്ട ചലഞ്ചസ് എന്ന് പറയുന്നത് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, പോവേർട്ടി ഉണ്ട്, കറപ്ഷൻ ഉണ്ട്. ഇതൊക്കെ ഞാൻ പറയാതെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും നമ്മളൊക്കെ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുമാണല്ലേ. ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് ഇൻഡെപ്ത് ആയിട്ട് പോകുന്നില്ല. സോ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് അല്ലെങ്കിൽ ഈ ഒരു ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാത്തതിന് കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചില ചലഞ്ചസ് മാത്രമാണ്. ദെൻ ഈ ഒരു തിങ്ങിലെ ഇൻ ഇന്ത്യ സോഷ്യൽ ഇഷ്യൂസ് സച്ച് ആസ് കാസ്റ്റ് ബേസ്ഡ് ഇനീക്വാലിറ്റി ആൻഡ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ are deeply entrenched in the in India. Social issues such as caste-based inequality and gender discrimination are deeply entrenched in social fabric. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തും ഈ കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇനീക്വാലിറ്റി വളരെ കൂടുതലായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഗവൺമെന്റ് പോളിസീസ് സച്ച് ആസ് റിസർവേഷൻ കോഡ്സ് എയിം ടു അഡ്രസ് സോഷ്യൽ ഇനീക്വാലിറ്റീസ്, ബട്ട് ദേ ഓൾസോ ഫേസ് റെസിസ്റ്റൻസ് ആൻഡ് ക്രിറ്റിസിസം. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും എന്താ പറയാ, പല തരത്തിലുള്ള തടസ്സങ്ങളാണ് പല കാര്യങ്ങളും ഈ എക്സ്റ്റാബ്ലിഷ് ആക്കുവാനായിട്ട് നമുക്ക് ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ക്ലാസ് ബേസ്ഡ് ഇനീക്വാലിറ്റി, ഓക്കെ, ക്ലാസ് ആൻഡ് കാസ്റ്റ് ബേസ്ഡ് ഇനീക്വാലിറ്റി, ഈ ഒരു ജാതി, മത, വർണ്ണ, ലിംഗ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ള ഒരു വസ്തുത വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ദെൻ വി ആർ ഗോയിങ് ടു ഗ്ലോബലൈസേഷൻ, പൊളിറ്റി ആൻഡ് സൊസൈറ്റി. ഈ ഒരു പർട്ടിക്കുലർ തിങ്ങില് ഗ്ലോബലൈസേഷൻ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഒറ്റ വാക്കി പറഞ്ഞ ആഗോളവൽക്കരണം, ലോകത്തിന്റെ മൊത്തമായിട്ടുള്ള ഒരു വൽക്കരണം അല്ലെ. ഗ്ലോബലൈസേഷൻ ഈസ് റീഷേപ്പിംഗ് സൊസൈറ്റീസ് ത്രൂ ടെക്നോളജി, ഇന്റർനെറ്റ് ആൻഡ് റാപ്പിഡ് ചേഞ്ചസ് ലീഡിംഗ് ടു ബോത്ത് കോസ്മോപൊളിറ്റിസം ആൻഡ് റെസിസ്റ്റൻസ് ടു ഗ്ലോബൽ കൾച്ചർ. ലാബറേറ്റീവ് ആയുള്ള ഡെഫിനിഷന്റെ ആവശ്യമൊന്നുമില്ല. ലോകത്തുള്ള വെസ്റ്റേൺ കൾച്ചർ ഈ എല്ലാ രാജ്യങ്ങളും ഒരേപോലെ വളരണം, അല്ലെങ്കിൽ ഒന്നിന്റെ ഇത് എന്നൊരു തിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു തിങ് ഉണ്ടായിട്ടുള്ളത്. കൂടുതലായിട്ടും നമുക്കത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അല്ലെ. പണ്ട് നമ്മൾ ജീവിച്ചിരുന്ന സിറ്റുവേഷനും ഇന്ന് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസും നമുക്കത് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദെൻ ട്രഡീഷണൽ പ്രാക്ടീസസ് ലൈക്ക് യോഗ, പിൽഗ്രിമേജ് ആൻഡ് ആയുർവേദ ആർ ബിഗിൻ കൊമേഴ്സ്യലൈസ്ഡ് ആൻഡ് അഡാപ്റ്റഡ് ടു ഫിറ്റ് ദ ഗ്ലോബൽ മാർക്കറ്റ്. പണ്ട് നമ്മുടെ ഇന്ത്യയുടെ മാത്രം അല്ലെങ്കിൽ ആയുർവേദം, പഞ്ചകർമ്മം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ലോകം മുഴുവനും എല്ലാവരും അത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിട്ട് മാറി. ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്, ഇല്ലാന്ന് പറയില്ല. ദെൻ Anthony Giddens argues that globalization is a key aspect for modernity, resulting in increasing independence in social and economic relations. ആന്റണി ഗിഡൻസ് പറയുന്നത് അതായത് ഇൻഡിപെൻഡൻസിന്റെ, അതായത് വ്യക്തിപരമായിട്ട് വളരാൻ പറ്റുന്നതിന്റെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ അല്ലെങ്കിൽ ഒരു മോഡേണിറ്റിയുടെ ഒരു ഭാഗമായിട്ടാണ് അതിനെ സോഷ്യൽ ആൻഡ് ഇക്കണോമിക് റിലേഷൻഷിപ്പിനെ അത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നാണ് അത് പറയുന്നത്. The role of the state is being redefined in face of globalization with a shift towards neoliberal economic policy and increase the influence of NGOs, അല്ലെ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്. സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള പല നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസും ഈ ഒരു ഗ്ലോബലൈസേഷൻ കാരണം നമുക്ക് വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ദെൻ ഗ്ലോബലൈസേഷൻ ഹാസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആസ്പെക്ട്. ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തു, നെഗറ്റീവ്സ് ഉണ്ട്, പോസിറ്റീവ്സ് ഉണ്ട് അല്ലെ. ക്ലൈമറ്റ് ചേഞ്ചിനെ, അതുപോലെ തന്നെ ഗ്ലോബൽ ഇഷ്യൂസ് ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ച്, ഹ്യൂമൻ റൈറ്റ്സും, ഇതൊക്കെ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിലും ഇത് പോസിറ്റീവ് സൈഡ്സും നെഗറ്റീവ് സൈഡ്സിലും ഒക്കെ ബാധിക്കുന്നുണ്ട് അല്ലെ. ദെൻ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ ഇൻക്രീസിംഗ്ലി ഫോക്കസ് ഓൺ ഗ്ലോബൽ സ്കെയിൽ ഇഷ്യൂസ് സച്ച് ആസ് പോവർട്ടി, മൈഗ്രേഷൻ ആൻഡ് വുമൻസ് റൈറ്റ്സ്. ഈ ഒരു ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യം കൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ബാക്കി രാജ്യത്തിന് അവിടെ ഇടപെടാനുള്ള ഒരു ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ട് വന്നു. Governance is evolving to be more of a facilitator of global policies rather than simply an administrator of local affairs. അതായത് ജസ്റ്റ് ഒരു പോളിസി മേക്കർ എന്ന നിലയിൽ നല്ലാതെ അതിനെ കുറച്ച് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ആക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. There are strong grassroots movements in India resisting the exploitation of local resources. ഞാൻ ഓൾറെഡി പറഞ്ഞു നെഗറ്റീവ് ആസ്പെക്ട്സ് ഉണ്ടെന്ന്.
ലോക്കൽ റിസോഴ്സസ് നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഇപ്പം തക്കാളി ഉള്ളി പോലുള്ള ചെറുകിട കൃഷി സാധനങ്ങള് വിളവെടുത്ത് അത് മാർക്കറ്റിലോട്ട് എത്തുമ്പോൾ കർഷകന് കിട്ടുന്ന റേറ്റ് എത്രയാണെന്ന് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന കർഷക സമരം പോലും ഒരുപക്ഷെ ഈ ഒരു ഗ്ലോബലൈസേഷന്റെ ഒരു ഭാഗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിന് നെഗറ്റീവ് ആസ്പെക്റ്റും ഉണ്ട്, പോസിറ്റീവ് ആസ്പെക്ട്. ദെൻ വി ആർ ഗോയിങ് ടു ദ കൺക്ലൂഷൻ സെക്ഷൻ. നമ്മൾ ഓൾറെഡി പൊളിറ്റി എന്താണെന്ന് കണ്ടു, സൊസൈറ്റി എന്താണെന്ന് കണ്ടു. പൊളിറ്റി ആൻഡ് സൊസൈറ്റി ആർ ഇന്ററാക്റ്റീവ്ലി കണക്റ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പോസ്റ്റ് കൊളോണിയൽ പീരീഡിലാണ് ഇതുപോലുള്ള പല പല കാര്യങ്ങളും ഡെവലപ്പായി വന്നെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ദെൻ ഈ കാര്യങ്ങളെല്ലാം, അതായത് 1991 എറയിൽ സംഭവിച്ച പല പല കാര്യങ്ങളും ഒരു ബേസിക്കലി ഈ ഒരു പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെ വളരെ ഗുഡായിട്ട് ബാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള കാര്യങ്ങളും അതിന് മുന്നേ ഉള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആയിരുന്നു ഈ ഒരു പൊളിറ്റി ആൻഡ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻസ് നമ്മൾ കമ്മിങ് ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും.